മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനുള്ള കേന്ദ്ര ഫണ്ട് മാർച്ച് 31 മുൻപായി ഉപയോഗിക്കണമെന്ന നിലപാടിലൂടെ കേന്ദ്ര സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഹൈക്കോടതി. കേന്ദ്ര ഫണ്ട് മാർച്ച് 31 മുൻപായി ഉപയോഗിക്കണമെന്ന വ്യവസ്ഥ പ്രായോഗികമല്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് ഈ തുക വിനിയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം കോടതിയിൽ ഫയൽ ചെയ്യേണ്ടതല്ലേ എന്ന് സംസ്ഥാന സർക്കാരിനോട് കോടതി ചോദിച്ചു. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് ഇന്ന് കോടതി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതൊപ്പം സംസ്ഥാനം എന്തൊക്കെ കാര്യങ്ങൾ കോടതി അറിയിച്ചിട്ടുണ്ട്? ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട പുനരധിവാസ പദ്ധതികൾ സംബന്ധിച്ച് വ്യക്തമായ ധാരണ സംസ്ഥാനത്തിനുണ്ടാകണം. ഇതാണ് ഹൈക്കോടതി പറഞ്ഞത്. പുനരധിവാസ പദ്ധതികൾ സംബന്ധിച്ച് വ്യക്തമായ ധാരണ സംസ്ഥാന സർക്കാരിനുണ്ടോ എന്നൊരു ചോദ്യം കോടതി ഉന്നയിച്ചു. ഈ പ്രവർത്തനങ്ങൾ എന്ന് പൂർത്തിയാകും എന്നതിലടക്കം ധാരണ വേണം. ഉരുൾപൊട്ടൽ മേഖലയിലെ നദികളിൽ നിന്നും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത നടപടികൾ എന്തായി എന്നൊരു ചോദ്യവും കോടതി ചോദിച്ചു. കേന്ദ്ര ഫണ്ട് മാർച്ച് 31 മുൻപായി ഉപയോഗിക്കണമെന്ന വ്യവസ്ഥ പ്രായോഗികമല്ല എന്നാണ് സർക്കാർ മറുപടിയായി നൽകിയത്. അതേസമയം തുക വിനിയോഗിക്കേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെയെന്ന് രേഖാമൂലം സമർപ്പിക്കേണ്ടേ, രേഖകൾ സമർപ്പിച്ചാലല്ലേ കേന്ദ്ര സർക്കാരിനും കോടതിക്കും ഇക്കാര്യങ്ങൾ അറിയാൻ കഴിയൂ എന്നും കോടതി തിരിച്ചും ചോദിച്ചു. അതേസമയം എന്താണ് ഈ മാർച്ച് 31 മുൻപായി ഫണ്ട് ഉപയോഗിക്കണമെന്ന നിലപാടിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് കേന്ദ്രവും നിലപാട് അറിയിക്കണം. മാർച്ച് 3 കേസ് വീണ്ടും പരിഗണിക്കും. ശരി, ചെറുതാണെങ്കിൽ പോലും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതൊരു നിരീക്ഷണവും അത് കേരളത്തെ സംബന്ധിച്ച് നിർണായകമാണ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനുള്ള കേന്ദ്ര ഫണ്ട് മാർച്ച് 31 മുൻപായി വിനിയോഗിക്കണമെന്ന നിലപാടിലൂടെ കേന്ദ്ര സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഹൈക്കോടതി ഇന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേന്ദ്രം എന്താണ് ഇനി കോടതിയെ അറിയിക്കുന്നതെന്നതും നിർണായകമാണ്.